വെറും 28 വർഷങ്ങൾ 1695 മുതൽ 1723 വരെയുള്ള ഈ ചുരുങ്ങിയ കാലയളവ് കേരള ചരിത്രത്തെ, പ്രത്യേകിച്ച് തിരുവിതാംകൂറിന്റെ ചരിത്രത്തെ ആകെ മാറ്റിമറച്ചു. കേവലം കുരുമുളക് കച്ചവടത്തിൽ നിന്ന് തുടങ്ങി സായുധ പോരാട്ടങ്ങളിലേക്കും പിന്നീട് വലിയ നയതന്ത്ര ഉടമ്പടികളിലേക്കും വഴിമാറിയ ആ നാൾവഴികളാണ് ഈ ടൈംലൈൻ കൃത്യമായി കാണിക്കുന്നത്. ആദ്യം തന്നെ ഈ സംഭവവികാസങ്ങളുടെ എല്ലാം തുടക്കമായ 1697 അഞ്ചുതെങ്ങ് കലാപത്തെക്കുറിച്ച് നോക്കാം. കാര്യങ്ങൾ മാറിമറിയുന്നത് 1695 തിരുവനന്തപുരത്തെ തന്ത്രപ്രധാനമായ അഞ്ചുതെങ്ങിൽ ഒരു കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നു. ലക്ഷ്യം കുരുമുളക് വ്യാപാരം മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുക എന്നത് തന്നെയായിരുന്നു. അന്ന് ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെട്ടിരുന്ന ഉമയമ്മ റാണിയാണ് ഇതിന് അവർക്ക് പെർമിഷൻ കൊടുത്തത്. വെറുമൊരു വ്യാപാര കേന്ദ്രം എന്ന നിലയ്ക്കാണ് റാണി ഈ അനുമതി നൽകിയത്. പക്ഷേ അത് പിന്നീട് വലിയൊരു രക്തച്ചൊരിച്ചിലിന് കാരണമാകുമെന്ന് അന്ന് ആരും കരുതിയില്ല. കോട്ട പണിത വെറും 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കളി മാറി. അഞ്ചുതെങ്ങിലെ കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. അതോടെ നാട്ടുകാരായ കച്ചവടക്കാരുടെ കാര്യം കഷ്ടത്തിലായി. പക്ഷേ ജനങ്ങളെ ശരിക്കും പ്രകോപിപ്പിച്ചത് അതല്ല. ഈ കോട്ടയ്ക്കുള്ളിൽ ബ്രിട്ടീഷുകാർ വളരെ രഹസ്യമായി ഒരു വലിയ ആയുധപ്പുര നിർമ്മിച്ചു. ഒരു വിദേശശക്തി നമ്മുടെ മണ്ണിൽ ആയുധം സംഭരിച്ചാൽ പിന്നെ നാട്ടുകാർ വെറുതെയിരിക്കുമോ? ആ അഹങ്കാരത്തിനുള്ള മറുപടിയായിരുന്നു പിന്നീട് നടന്ന പ്രക്ഷോഭം. ഇവിടെ നമ്മൾ കൃത്യമായി നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റുണ്ട്. 1697 ആയുധപ്പുരയ്ക്ക് നേരെ നടന്ന ഈ അഞ്ചുതെങ്ങ് കലാപമാണ് ഇന്ത്യയിൽ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ പ്രക്ഷോഭം. പീരങ്കികൾക്കും തോക്കുകൾക്കും മുന്നിൽ നമ്മുടെ പൂർവികർ കാണിച്ച അധീരമായ ചെറുത്തുനിൽപ്പുണ്ടല്ലോ, അതായിരുന്നു വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങളുടെ ആദ്യ സൂചന. ഇനി അടുത്തത് ഈ ചെറുത്തുനിൽപ്പിന്റെ വലിയൊരു തുടർച്ചയായ 1721 ആറ്റിങ്ങൽ കലാപമാണ്. അഞ്ചുതെങ്ങിൽ നിന്ന് ആറ്റിങ്ങൽ കലാപത്തിലേക്കെത്തുമ്പോൾ ആ പോരാട്ടത്തിന്റെ സ്വഭാവം തന്നെ മാറുന്നത് നിങ്ങൾക്ക് കാണാം. ഒന്ന് ശ്രദ്ധിച്ചേ, അഞ്ചുതെങ്ങിലേത് പെട്ടെന്നുണ്ടായ ഒരു ജനകീയ പ്രക്ഷോഭമായിരുന്നെങ്കിൽ ആറ്റിങ്ങലിലേത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ആസൂത്രിതമായ, അതായത് വളരെ പ്ലാൻഡായ ഒരു സൈനിക കലാപമായിരുന്നു. 1721 ഏപ്രിൽ 15 ഈ ആറ്റിങ്ങൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. ആ സമയത്ത് വേണാട് ഭരിച്ചിരുന്നത് ആദിത്യവർമ്മയായിരുന്നു. വ്യാപാര കുത്തകയുണ്ടാക്കിയ അതൃപ്തികൾ ഒരു വശത്ത് പുകയുന്നതിനിടയിലാണ് റാണിക്ക് നൽകേണ്ട സമ്മാനങ്ങൾ നൽകാതിരുന്നതും പ്രാദേശിക ആചാരങ്ങളെ ബ്രിട്ടീഷുകാർ നിരന്തരം പുച്ഛിച്ചതുമെല്ലാം ഈ ഒരു ആസൂത്രിതമായ ആക്രമണത്തിന് പ്രധാന കാരണമായത്. വളരെ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് നാട്ടുകാർ ബ്രിട്ടീഷുകാരെ നേരിട്ടത്. ആറ്റിങ്ങൽ റാണിയെ കാണാനായി വന്ന ബ്രിട്ടീഷ് സംഘത്തെ നാടിന്റെ മുക്കും മൂലയും അറിയാമായിരുന്ന പ്രാദേശിക പോരാളികൾ നാലുപാടുനിന്നും വളഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ മിന്നലാക്രമണത്തിൽ പ്രമുഖ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ഗിഫോർഡ് ദാരുണമായി വധിക്കപ്പെട്ടു. 140 ഇതൊരു ചെറിയ സംഖ്യയല്ല. അത്യാധുനിക ആയുധങ്ങളുമായി വന്ന് തങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ലെന്ന് വിശ്വസിച്ചിരുന്ന 140ഓളം ബ്രിട്ടീഷ് സൈനികരാണ് ആ ഒറ്റയടിക്ക് കൊല്ലപ്പെട്ടത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അക്കാലത്ത് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയൊരു തിരിച്ചടിയായിരുന്നു അത്. നമ്മുടെ ആളുകളുടെ യുദ്ധവീര്യം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സംഖ്യ മതി. പക്ഷേ ഈ വലിയ വിജയത്തിന് വലിയൊരു വിലയും നമ്മൾ കൊടുക്കേണ്ടി വന്നു. സ്വന്തം ആളുകൾ കൂട്ടത്തോടെ കൊല്ലപ്പെട്ടത് ബ്രിട്ടീഷുകാരെ ശരിക്കും ഞെട്ടിച്ചു. അവർ ഉടൻ തന്നെ തലശ്ശേരിയിൽ നിന്നും സുസജ്ജമായ വലിയൊരു ആർമിയെ ആറ്റിങ്ങലേക്ക് ഇറക്കി. ആധുനിക ആയുധങ്ങൾക്കു മുന്നിൽ നാടൻ ആയുധങ്ങളുമായി പൊരുതിയ നമ്മുടെ പോരാളികൾക്ക് അധികനേരം പിടിച്ചു നിൽക്കാനായില്ല. വളരെ ക്രൂരമായാണ് ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ കലാപത്തെ അടിച്ചമർത്തിയത്. ഈ അടിച്ചമർത്തലുകൾക്കൊടുവിൽ സംഭവിച്ചതാണ് 1723 വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപത്തിനു ശേഷം വേണാടിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഒരു ഡിപ്ലോമാറ്റിക് നീക്കം അനിവാര്യമായി വന്നു. അങ്ങനെയാണ് 1723 ചരിത്രപ്രധാനമായ വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി അലക്സാണ്ടർ ഓമും വേണാടിനു വേണ്ടി സാക്ഷാൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമാണ് ഇതിലൊപ്പുവെച്ചത്. അന്ന് നെയ്യാറ്റിൻകരയിലെ ഇളമുറ തമ്പുരാനായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ ദീർഘവീക്ഷണമുള്ള വലിയൊരു നയതന്ത്ര ഇടപെടൽ കൂടിയായിരുന്നു ഈ കരാർ. അപ്പോ നമ്മൾ ഈ കണ്ട ചരിത്ര സംഭവങ്ങൾ എന്താണ് നമ്മളോട് പറയുന്നത്? പിന്നീട് ഇന്ത്യയൊട്ടാകെ ആഞ്ഞടിച്ച സ്വാതന്ത്ര്യസമരമെന്ന മഹാപ്രവാഹത്തിന് അഞ്ചുതെങ്ങിലും ആറ്റിങ്ങലിലും ഉയർന്ന ഈ ആദ്യകാല തീപ്പൊരികൾ എങ്ങനെയാണ് അടിത്തറ പാകിയത്? തന്ത്രപരമായി ഒന്നിച്ചു നിന്നാൽ എത്ര വലിയ വിദേശശക്തിയെയും വിറപ്പിക്കാമെന്ന് ഈ പ്രാദേശിക പോരാട്ടങ്ങൾ നമുക്ക് കാണിച്ചു തന്നു.